ഒടുവിൽ എല്ലാവരും കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുകയാണ്. ജൂൺ 19-നാണ് തെരഞ്ഞെടുപ്പ്. 23-ന് വിധി പ്രഖ്യാപിക്കും. ആരുടെ വിധി? പിണറായി സത്തിനെതിരെയുള്ള വിധിയാണോ അതോ PV അൻവറിനെതിരെയുള്ള വിധിയാണോ? ശരിക്കും മത്സരം പിണറായി സത്തിനെതിരെ ജനങ്ങൾ വിധി എഴുതുമെന്നാണ് PV അൻവർ പറഞ്ഞു നടക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ പറയുന്നത് UDF, LDF, NDA ഈ മൂന്ന് മുന്നണികൾ ത്രികോണ മത്സരം നടക്കും, അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം നടക്കും എന്നൊക്കെയാണ് സാധാരണഗതിയിൽ പറയുന്നത്. പക്ഷേ PV അൻവർ പറയുന്നത് പിണറായി സത്തിനെതിരെ ജനങ്ങൾ വിധി എഴുതുമെന്നാണ്. എന്നാൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി VP അനിൽ അദ്ദേഹം പറയുന്നു PV അൻവറിൻ്റെ ഇഫക്റ്റൊന്നും മലപ്പുറത്തോ നിലമ്പൂരിലോ ഏശുകയില്ല. PV അൻവറിനെ ജനം മറന്നു കഴിഞ്ഞു, വെറുത്തു കഴിഞ്ഞു. PV അൻവർ നുണയനാണ്. വെറും നുണ ആരോപണങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി മാത്രം അയാളുടെ ബിസിനസ്, ഇല്ലീഗൽ ബിസിനസ്സിന് സർക്കാർ കുട പിടിച്ചു കൊടുത്തില്ല, തണലൊരുക്കി കൊടുത്തില്ല, വഴിയൊരുക്കി കൊടുത്തില്ല. അതിനുവേണ്ടി അയാൾ കുറേ ആരോപണം ഉന്നയിച്ചു. 9 ആരോപണങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും. ഞാനത് എണ്ണിയൊന്നും പറയാൻ പോകുന്നില്ല. പല ഘട്ടങ്ങളിലായി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ ആരോപണങ്ങളൊക്കെ നുണയായിരുന്നുവെന്ന് പല അന്വേഷണങ്ങളിലൂടെ തെളിഞ്ഞു. വിജിലൻസ് അന്വേഷണം നടന്നു, പോലീസ് അന്വേഷണം നടന്നു. ആ അന്വേഷണങ്ങളിലൊന്നും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരോ പൊളിറ്റീഷ്യന്മാരോ ഈ ആരോപണങ്ങളിലൊന്നും കളങ്കിതരല്ല എന്ന് തെളിയുകയും ചെയ്തു. കളങ്കം അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നുമല്ല, P ശശിയാണെങ്കിൽ 2-3 മാനനഷ്ട കേസുകൾ PV അൻവറിനെതിരെ കൊടുക്കുകയും ചെയ്തു. അൻവറാണെങ്കിലോ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി പല രാഷ്ട്രീയ പാർട്ടികളുടെയും വാതിൽക്കൽ മുട്ടി ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ അഭയം പ്രാപിച്ച് ഇപ്പോൾ UDF-ൽ അംഗത്വം കിട്ടാൻ ഇങ്ങനെ അഭയാർത്ഥിയായി നടക്കുകയാണ്. UDF-കാർ പറഞ്ഞു, നിങ്ങളുടെ തോളിൽ കൈയിടാം, പക്ഷേ വാതിലിനുള്ളിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ ചില കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. ആ കടമ്പകൾ കടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് PV അൻവർ. അതാണ് PV അൻവറിന്റെ അവസ്ഥ. അവിടെ നിൽക്കട്ടെ അൻവർ. ഇനി നമുക്ക് നിലമ്പൂരിന്റെ സ്ഥിതിഗതികൾ നോക്കാം. നിലമ്പൂരിൽ ആര് ജയിക്കും? നിലമ്പൂരിൽ ആരാകും സ്ഥാനാർത്ഥി? UDF-ന്റെ സ്ഥാനാർത്ഥി VS ജോയി ആകുമോ? DCC പ്രസിഡന്റായ VS ജോയി. VS ജോയി ആരുടെ നോമിനിയാണ്? PV അൻവറിന്റെ നോമിനി. ആര്യടൻ ഷൗക്കത്താണെങ്കിലോ VD സതീശന്റെ നോമിനി. ഇവർ രണ്ടുപേരുമല്ല മൂന്നാമതൊരാളെ നിർത്തുകയാണെങ്കിലോ VS ജോയി നേരെ എവിടെ പോകും? സരിൻ ചെയ്തതുപോലെ ഇടതുമുന്നണിയുടെ സ്വതന്ത്രനായി മത്സരിക്കാൻ വരെ VS ജോയി സന്നദ്ധനാണ് എന്നാണ് കേൾക്കുന്നത്. അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കേൾക്കുന്നതാണ്. ശരിയാകണമെന്ന് അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ VS ജോയി ചെന്ന് ചാടിക്കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളിങ്ങ് വാ, നിങ്ങളെ അങ്ങ് മത്സരിപ്പിച്ച് കളയാമെന്ന് മുട്ടി നിൽക്കുന്നില്ല അവിടെ CPM-ഓ ഇടതുമുന്നണിയോ. അവിടെ ഇഷ്ടം പോലെ സ്ഥാനാർത്ഥികളുണ്ട്. ഷറഫ് അലി ഉൾപ്പെടെയുള്ള കിടിലം സ്ഥാനാർത്ഥികളാണ് ഇടതുമുന്നണിക്ക് നിലമ്പൂരിൽ ഉള്ളത് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് VS ജോയി അങ്ങനെയുള്ള മോഹമൊക്കെ അങ്ങ് മാറ്റിവെച്ചാൽ മതി എന്നതാണ് മറ്റൊരു പശ്ചാത്തലം. ഇനി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്ന പഞ്ചായത്തൊക്കെ ഭരിച്ചിരുന്ന ആളാണ്. സാക്ഷാൽ ആര്യാടൻ്റെ മകനാണ്. ആര്യാടൻ അവിടെ കോൺഗ്രസിൻ്റെ കിടിലൻ കക്ഷിയായിരുന്നു. ആര്യാടൻ ഷൗക്കത്തും അങ്ങനെ തന്നെയായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് PV അൻവർ പറയുന്നത് ആര്യാടൻ ഷൗക്കത്ത് രാഷ്ട്രീയക്കാരനല്ല, സിനിമാക്കാരനെന്നാണ് PV അൻവർ പറയുന്നത്. ആര്യാടൻ ഷൗക്കത്ത് നിന്നാൽ പിന്തുണയ്ക്കും, പ്രവർത്തിക്കുമെന്നൊക്കെ PV അൻവർ പറയുമെങ്കിലും ആര്യാടൻ ഷൗക്കത്തിനോട് അത്ര മമതയൊന്നും PV അൻവറിന് ഇല്ല. ഷൗക്കത്തിനും അങ്ങനെ തന്നെയാണ് PV അൻവറിനോടുള്ള ഇഷ്ടമൊക്കെ. VS ജോയി ആണെങ്കിലോ ഈ PV അൻവറിന്റെ നോമിനിയാണ്. PV അൻവർ അങ്ങോട്ട് ചാടട എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടട എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും. അതാണ് VS ജോയിയുടെ അവസ്ഥ. VS ജോയിക്ക് മലയോര മേഖലയിലെ ആളുകളുമായി ബന്ധമുണ്ട്, ക്രിസ്ത്യാനികളുമായി ബന്ധമുണ്ട്, എല്ലാ സമുദായങ്ങളുമായും അതിയായ ബന്ധമുണ്ട്, നല്ല അടുപ്പമുണ്ട് എന്നൊക്കെയാണ് PV അൻവർ വിളിച്ചു കൂവി നടക്കുന്നത്. പക്ഷേ VS ജോയിക്ക് അങ്ങനെ ബന്ധമൊന്നുമില്ല. VS ജോയി വെറും സോഷ്യൽ മീഡിയ താരമാണെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു നടക്കുന്നത്. ഏകദേശം 15 പേരാണ് VS ജോയിയുടെ ഈ പരമ അലമ്പ് കാരണം കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയത്. കോൺഗ്രസ് പ്രസിഡന്റിന്, അതായത് KPCC അധ്യക്ഷൻ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പരാതി കൊടുത്തത്, രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി കൊടുത്തത്. എന്നിട്ട് ഇവരൊക്കെ ഈ പരാതി പൂഴ്ത്തിവെച്ചത് കാരണം പാർട്ടി വിട്ടുപോയത് ആരുടെ പ്രവർത്തന ഫലം മൂലമാണ്? VS ജോയിയുടെ പ്രവർത്തന ഫലം. എന്തുകൊണ്ടാണ്? വെറും സോഷ്യൽ മീഡിയയിൽ മാത്രം തരംഗമുണ്ടാക്കുന്ന പ്രവർത്തനമാണ് VS ജോയി കാഴ്ചവെക്കുന്നത്. ആര് പറയുന്നു? കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു. അപ്പോൾ VS ജോയി സ്ഥാനാർത്ഥിയായാൽ എങ്ങനെ ഇരിക്കും? നന്നായിരിക്കും. കൈപ്പത്തിയിൽ ആര് വോട്ടുകുത്തും? ഒരൊറ്റ മനുഷ്യൻ വോട്ടുകുത്തില്ല. അപ്പോൾ ആരെ സ്ഥാനാർത്ഥിയാക്കും? VD സതീശൻ
ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് പറയുന്നു, പി വി അൻവർ പറയുന്നു, വി എസ് ജോയി ആണെന്ന്. ഒരുപക്ഷെയെങ്കിൽ ഈ വാർത്ത നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവരാരെങ്കിലും സ്ഥാനാർത്ഥിയായിട്ടൊക്കെ പ്രഖ്യാപിച്ച് കളയും. ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂരിൽ ആര് കൊടിപാറിക്കുമെന്ന് 23-ന് നമുക്ക് അറിയാൻ കഴിയും. വി എസ് ജോയുടെ അവസ്ഥ ഇതാണ്. സോഷ്യൽ മീഡിയ താരമാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു. ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ പി വി അൻവറിന്റെ ആളുകൾ മുഴുവൻ ആര്യാടൻ ഷൗക്കത്തിനെ കാലുവാരുമെന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു നടക്കുന്നു. പി വി അൻവർ ആണെങ്കിൽ അനഭിമതനാണെന്ന് ജനങ്ങൾ ഒന്നടങ്കം വിധി എഴുതി കഴിഞ്ഞു. അപ്പോൾ യു ഡി എഫിൻ്റെ അവസ്ഥ കട്ടപ്പുകയാണ്. ഇനി എൻ ഡി എ ക്യാമ്പിലൊന്ന് നോക്കാം. ബി ജെ പിക്കാരവിടെ മത്സരിച്ചു. എപ്പോഴ്? 2021. ഇവിടെ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് എത്രയാണ്? 8598 വോട്ട്. ബി ഡി ജെ എസ് മത്സരിച്ചു, കിട്ടിയ വോട്ട് എത്രയാണ്? 12284 വോട്ട്. അപ്പോൾ ആര് നിൽക്കും? ബി ജെ പിക്കാരുടെ ഒരു വിഭാഗക്കാർ പറയുകയാണ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയ സംഭവമല്ല, ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്നാണ് ബി ജെ പി പറഞ്ഞു നടന്നത്. പക്ഷേ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ 24-ലെ അവതാരകൻ ചോദിച്ചു, നിങ്ങൾ 24-ലെ റിപ്പോർട്ടറിലെ അരുൺ എൻ ഡി എ നേതാവിനോട് ചോദിച്ചു, നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ടോ, ഇപ്പോൾ പറയൂ. അപ്പോൾ എൻ ഡി എ പറഞ്ഞു, ഞങ്ങൾ നിർത്തും, തീർച്ചയായിട്ടും നിർത്തും എന്നിങ്ങനെ അഴകുഴമ്പൻ മറുപടി പറയുന്നത് ഞാൻ ടെലിവിഷനിൽ കണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കും. എന്നിട്ട് അവർ പറയുന്നുണ്ട്, രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പ്രസിഡന്റായി വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ കടമ്പ, ആദ്യ പരീക്ഷണം എന്നൊന്നും ഇതിനെ പറയരുതേ എന്ന് വലിയ വായിൽ നിലവിളിക്കുന്നുണ്ട്. കാരണം എന്താണ്? ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ അവിടെ വോട്ട് എത്രയാണ്? വെറും 8000 ചില്ലറ വോട്ട്, 10,000 പോലും തികച്ചില്ല. ബി ഡി ജെ എസ് എന്ന് പറഞ്ഞാൽ ഈഴവ മഹാസംഘടനയുടെ പാർട്ടിയാണ്. ബി ഡി ജെ എസ്, തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടി. അവർ നിന്നപ്പോൾ എൻ ഡി എയുടെ ഘടകകക്ഷിയാണ്, സംഗതിയൊക്കെ ശരിയാണ്. അവർ നിന്നപ്പോൾ 12,000 കിട്ടി. അതായത് ഒരു 4000 വോട്ട് കൂടി അവർക്ക് നേടാനായി. അതായത് ബി ജെ പിയേക്കാൾ കുറച്ചുകൂടി വോട്ട് കിട്ടി. അതുകൊണ്ട് അവർക്ക് പേടിയാണ്. മലപ്പുറത്ത് പോയി നിന്നാൽ, നിലമ്പൂരിൽ നിന്ന് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യ അംഗമാണല്ലോ, ചെന്ന് നിന്നുകൊടുത്ത് നാണം കെടണമോ വേണ്ടയോ എന്ന് അണിയറയിൽ ചർച്ച നടക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കാര്യവും അവിടെ നിൽക്കട്ടെ, കട്ടപ്പുകയാണ്. ഇനി ഇങ്ങോട്ട് നോക്കാം, ഇടതുമുന്നണി ക്യാമ്പിലേക്ക്. ഇടതുമുന്നണിക്ക് ഉറപ്പാണ് നിലമ്പൂർ. എം സ്വരാജാണ് അവിടെ ഇലക്ഷൻ ക്യാമ്പയിൻ നിയന്ത്രിക്കുന്നത്. ക്ലസ്റ്ററുകളായി 10 ബൂത്തുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് അവിടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതലയൊക്കെ അവിടെ പാർട്ടി പല നേതാക്കളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ബൂത്ത് അടിസ്ഥാനത്തിൽ നേതാക്കളെ ഏൽപ്പിച്ചു കഴിഞ്ഞു പ്രവർത്തനം ഏകോപിപ്പിക്കാൻ. എ പി അനിൽകുമാറാണ് യു ഡി എഫിന്റെ ക്യാമ്പിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ എം സ്വരാജാണ് ഇടതുമുന്നണി ക്യാമ്പിനെ നിയന്ത്രിക്കുന്നത്, ഇലക്ഷൻ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളുണ്ട്, സ്വതന്ത്രരായി മത്സരിക്കാൻ ആളുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഈ ഇലക്ഷൻ പി വി അൻവർ രാജിവെച്ചതിന് ശേഷം ഇലക്ഷൻ വരുമെന്ന് അറിഞ്ഞതു മുതൽ തന്നെ അവിടുത്തെ നിലമ്പൂരിലുള്ള എൻ്റെ കുറേയധികം സുഹൃത്തുക്കളുണ്ട്, തൊഴിലാളി സുഹൃത്തുക്കളുണ്ട്, അതുപോലെ മാധ്യമപ്രവർത്തകരുണ്ട്. അവരോടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്, പാർട്ടി ചിഹ്നത്തിൽ സ്വരാജ് മത്സരിക്കുകയാണെങ്കിൽ ഉറപ്പായും എൽ ഡി എഫ് തന്നെ വിജയിക്കും. പക്ഷേ സ്വരാജ് അവിടെ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സ്വതന്ത്രൻ മത്സരിക്കുകയാണെങ്കിലും ഇടതുമുന്നണിക്ക് വോട്ട് ലഭിക്കുകയും വിജയിക്കുകയും ചെയ്യും. കാരണം പി വി അൻവറിനെ അവിടെ അത്രമാത്രം വെറുപ്പാണ്, ജനങ്ങൾ വെറുത്തുപോയി. പി വി അൻവർ സ്വന്തം വ്യാവസായിക ലാഭത്തിനും സ്വന്തം താല്പര്യത്തിനും വേണ്ടി ഇടതുമുന്നണിയെ ഒറ്റുകൊടുത്ത മനുഷ്യനാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് പി വി അൻവറിൻ്റെ രാഷ്ട്രീയവും വിഴുപ്പലക്കളുമൊന്നും നിലമ്പൂരിൽ ലേശുകയില്ല എന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് പി വി അൻവറിനെ വിട്ടുകളി അതുകൊണ്ട് ഇടതുമുന്നണിക്ക് ഉറപ്പാണ്. നിലമ്പൂരിൽ ഇടതുമുന്നണിയുടെ കോട്ടയാണ്. നിലമ്പൂരിൽ ചെങ്കൊടി തന്നെ പാറും. ഏതായാലും 23-ന് വോട്ടുപെട്ടി പൊട്ടിക്കുമ്പോൾ, വോട്ടുപെട്ടിയല്ല EVM മെഷീൻ തുറന്ന് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തന്നെ, ആദ്യ ഫല സൂചനകൾ വരുമ്പോൾ തന്നെ അറിയാം, ചെങ്കൊടി പാറും. നിലമ്പൂർ ചുവന്ന് തന്നെ നിൽക്കും. നിലമ്പൂരിൽ ഉറപ്പാണ് LDF.